നമസ്കാരം. അവസാനം ഒരു വിടവാങ്ങൽ ചടങ്ങ് പോലെയായിരുന്നു ഇന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിൽ പ്രസംഗിച്ചത്. അഥവാ ഇന്നത്തെ മന്ത്രിസഭാ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിടവാങ്ങൽ ചടങ്ങ് പോലെ തന്നെയാണ് തോന്നിപ്പിച്ചത്. ഇന്ന് കേവലം 10 മിനിറ്റ് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്നത്. ഓൺലൈനായി തന്നെയാണ് ഈ മന്ത്രിസഭാ യോഗം ചേർന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തു വന്ന എക്സിറ്റ് പോൾ സർവേകളിലെല്ലാം തന്നെ ഒന്നുപോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കുവാനുള്ള ഭൂരിപക്ഷം കിട്ടില്ല, UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് എല്ലാ സർവേകളും രേഖപ്പെടുത്തിയിരുന്നത്. ഏതാണ്ട് 8-9 സർവേകളാണ് പുറത്തു വന്നത്. ഇതിൽ തന്നെ 6 സർവേകൾ വിശ്വാസയോഗ്യമായ യൂണിറ്റുകളുടേതായിരുന്നു. ഇതിലെല്ലാം പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം കിട്ടില്ല, അതിനുള്ള സീറ്റുകൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. UDFന് കൃത്യമായി ഭരണം പ്രവചിച്ചുകൊണ്ട് തന്നെയാണ് 6 എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത്. മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മലയാള മനോരമ അടക്കമുള്ള ന്യൂസ് പേപ്പറുകളുടെ അല്ലെങ്കിൽ ന്യൂസ് ഏജൻസികളുടെ സർവേകളാണ് പുറത്തു വന്നത്. ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അവസാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേർന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിൽ കാര്യമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. 10 മിനിറ്റ് മാത്രമാണ് യോഗം ചേർന്നത്. ഓൺലൈനായി ചേർന്ന ഈ യോഗത്തിൽ 2 തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. ഒന്ന്, വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ദുരിതാശ്വാസം നൽകുന്നതിന് വേണ്ടി അതിന്റെ ചുമതല ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു. എങ്ങനെ വേണം ദുരിതാശ്വാസം നൽകേണ്ടത്, ഏതെങ്കിലും തരത്തിൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ ഉള്ള ആളുകൾക്ക് എങ്ങനെ നൽകണം, യാതൊരു തരത്തിലുള്ള ഇൻഷുറൻസ് ക്ലെയിമുകളും ഇല്ലാത്ത ആളുകൾക്ക് ഏത് തരത്തിലുള്ള ദുരിതാശ്വാസം കൊടുക്കണം എന്നെല്ലാം ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇതുപോലെ തന്നെയാണ് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ച് ഈ 2 തീരുമാനങ്ങളിലും കൃത്യമായ ഒരു തീരുമാനം ചീഫ് സെക്രട്ടറിയോട് കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് മന്ത്രിസഭാ യോഗം പിരിയുകയായിരുന്നു. കേവലം 10 മിനിറ്റ് മാത്രം ചേർന്ന ഈ മന്ത്രിസഭാ യോഗം ഓൺലൈൻ വഴിയാണ് ചേർന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി വളരെ നിർണായകമായ ഒരു സംഭാഷണം നടത്തുകയുണ്ടായി. അതായത് വളരെ ചുരുക്കം ചില സഹപ്രവർത്തകരെ മാത്രമാണ് മുഖ്യമന്ത്രി കാണാൻ തുനിഞ്ഞത്. അത്യാവശ്യം ചില ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടെല്ലാം യാത്ര പറയുന്ന തരത്തിൽ തന്നെ മുഖ്യമന്ത്രി ബെസ്റ്റ് വിഷസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. വീണ്ടും കാണാം എന്ന് ഒരു വാക്കുകൂടി ചേർത്ത് പറഞ്ഞു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല, ഭരണസാരഥ്യത്തിൽ ഇരിക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിടവാങ്ങൽ പ്രസംഗമായി ഇതിനെ ചിത്രീകരിക്കേണ്ടതായി വരും. എന്തായാലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം അദ്ദേഹം 2ാം വട്ടവും മുഖ്യമന്ത്രിയാകുന്നു. 2 വട്ടം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച് സഖാവ് ബഹുമാന്യനായ പിണറായി വിജയൻ പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാന മന്ത്രിസഭാ യോഗമാണ് ഇന്ന് നടന്നത്. ഇനി 5-ാം തീയതി മന്ത്രിസഭാ യോഗം ചേരാം എന്ന തത്വത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടുകൊണ്ടാണ് അവർ പിരിഞ്ഞത്. 5-ാം തീയതി മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ എന്തായാലും 4-ാം തീയതി ഇലക്ഷൻ ഫലങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ടാകും. ഇനി ആര് കേരളം ഭരിക്കും എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ തത്വത്തിൽ അത് പിണറായി വിജയന്റെ തുടർന്ന് അങ്ങോട്ടുള്ള ഒരു തുടക്കം തന്നെയായിരിക്കും. 3.0 ആവർത്തിച്ച് 3-ാം വട്ടവും ഭരണം കൈയാളുന്നതിന്റെ തുടക്കമായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ പുതിയ സർക്കാരിനെ ചുമതലപ്പെടുത്തുന്നതിന് വേണ്ടി ഗവർണറോട് ശുപാർശ ചെയ്യുകയോ അത്തരം ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയോ ചെയ്തിട്ട് പിണറായി വിജയൻ പടിയിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. എന്തായാലും ക്ലിഫ് ഹൗസ് പൂട്ടി അദ്ദേഹം ഭാര്യയുമൊത്ത് കണ്ണൂരിലേക്ക് മടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇനി ഒരു വേള എക്സിറ്റ് പോളുകൾ പറയുന്നത് പോലെ ഇടതുപക്ഷവും പിണറായി വിജയനും ഭരണം കിട്ടാതെ തോറ്റ് പിൻവാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് ഒരു തരത്തിലുള്ള ഒരു സങ്കടകരമായ യാത്ര പറച്ചിലിന് അവസരം ഒരുക്കണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം മുഖ്യമന്ത്രി കുടുംബസമേതം ഏകദേശം 10 വർഷം താമസിച്ച ക്ലിഫ് ഹൗസിൽ നിന്നും കെട്ടും കടയുമായി പടിയിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി കണ്ണൂരിലുള്ള വീട്ടിലേക്ക് പോകുന്നു എന്നാണ് ഇതുവരെയും അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ 2 വട്ടം മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരിച്ച 2 വട്ടം തുടർ ഭരണം കിട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവസാന മന്ത്രിസഭാ യോഗമായിരുന്നു ഇന്ന് ചേർന്നത്. ആ മന്ത്രിസഭാ യോഗം ഓൺലൈൻ വഴിയാണ് മുഖ്യമന്ത്രി ചേർന്നത് എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് നേരം മാത്രം നീണ്ടുനിന്ന മന്ത്രിസഭാ യോഗത്തിൽ 2 തീരുമാനങ്ങൾ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇന്ന് മുഖ്യമന്ത്രി പടിയിറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെ ഇനി ഒരു തുടർ ഭരണം ഉണ്ടാകില്ല എന്നുള്ളതിന്റെ കൃത്യമായ സൂചനയും തോൽവിയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ മുഖ്യമന്ത്രി നേരത്തെ തന്നെ പടിയിറങ്ങുന്നത് എന്നുള്ളതറിയില്ല. എന്തായാലും ക്ലിഫ് ഹൗസ് പൂട്ടി അദ്ദേഹം തന്റെ ഭാര്യ കമലയും കുടുംബവുമായി കണ്ണൂരിലേക്ക് യാത്രയായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.